മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു പൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ തിരാമ്പൽ കുളിർ പൊയ്കൾ നീന്തി വന്നതാര് പൂനിലാവ് പെയ്യുമീറൻ രാവിൽ കതിരാമ്പൽ കുളിർ പൊയ്കൾ നീന്തി വന്നതാര് പവിഴമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം പവിഴമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം കുങ്കുമം പൂശിനി ആരെ തേടുന്നു ഗോപികേ കിനാവിലെ സുമംഗലി മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകുമൊരു പൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. താങ്ക് യു. ധ്രുവമോളെ, എന്തോ ശരത് സാറിന്റെ പാട്ട് ശരത് സാറിന്റെ മുമ്പില് പാടാൻ പറ്റി. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിന്റെ മുമ്പിൽ സാറിന്റെ ഒരു പാട്ട് പാടണമെന്ന്. മാർക്കൊന്നും നോക്കിയിട്ടല്ല, എന്നാലും കറക്റ്റ് വേദിയിൽ അത് പാടി. അപ്പൊ മാർക്ക് വേണ്ടേ? അങ്ങനെയല്ല. എങ്കിൽ മോളെ റൂമിൽ വന്ന് പാടി കേൾപ്പിച്ചാ പോരാ. എന്തിനാ വെറുതെ ഇവിടെ മൈക്കൊക്കെ പിടിച്ചിട്ട്? ഇല്ല, അപ്പൊ കറക്റ്റ് ശരത് സാറ് റൗണ്ട് വന്നു, അപ്പൊ ഞാനിത് എടുത്ത് പാടി. ധ്രുവമോളെ, 200th എപ്പിസോഡിൽ ഇപ്പൊ ധ്രുവമോള് പാടിയേക്കണം. എന്താ തോന്നുന്നേ?
അതെന്നെ പറഞ്ഞു 200th എപ്പിസോഡിൽ എനിക്ക് പാടാൻ പറ്റിയില്ല. അതാണ് ഭയങ്കര സന്തോഷം. അസാധ്യം. മിടുക്കി. ചോദിക്കാം. ആ. ശരത് സാർ. മോളെ എന്തോ എന്തൊക്കെയായാലും കുറെ താങ്ക്സ് മോളെ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു പാട്ടെടുത്തുകൊണ്ട് വന്ന് മോള് പാടിയത് അതിൽ കുറെ സന്തോഷം. മോളെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയൂ. ഇതൊക്കെ ആരാണ്? ഇത് എഴുതിയത് PK ഗോപി സാർ, പാടിയത് വേണുഗോപാൽ സാറും രാധിക തിലക് മാമും, പിന്നെ മ്യൂസിക് ശരത് സാർ, നമ്മുടെ സ്വന്തം ശരത് സാറ്, പിന്നെ മൂവി അത്യാവശ്യം കൂടുതൽ കൊടുക്കും. മാർക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ പെട്ടെന്ന് സ്വന്തമായത്. ശരത് സാറ് നമ്മുടെ സ്വന്തം ശരത് സാറ്. മക്കളെ എന്തോ കുറെ സന്തോഷം. മോള് നന്നായിട്ട് പാടി. താങ്ക് യു സാർ, താങ്ക് യു. എനിക്ക് ആ ഇതുവഴിയെ എന്നുള്ളത് കുറച്ചും കൂടെ സോഫ്റ്റ് ആകാമെന്ന് തോന്നി മോളെ. അത്രേ ഉള്ളൂ. ഒന്ന് പാടി കേൾപ്പിക്കാമോ? ഓക്കെ. മായാമഞ്ജലിൽ ആഹാ. ഇതുവഴി മോളെ ഇതുവഴി 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 ഇതുവഴി. ആ കുറച്ചും കൂടെ ക്ലാരിറ്റി. മോളെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും പറയണ്ടടാ ഇവിടെ ഇരിക്കുമ്പോ. അവളെ ചിരി കള്ളിയാ അവിടെ. അച്ഛനെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണോ? എപ്പോഴാ ഇത് സംഭവിക്കുന്നത്? അച്ഛനെ ഇപ്പൊ കെട്ടിപ്പിടിക്കണോ? ഇപ്പോഴോ? ഇതൊരു എപ്പിസോഡ് പറ്റിയ സമയാ. നമുക്ക് കെട്ടിപ്പിടിക്കാം സ്റ്റേജിൽ വിളിച്ചിട്ട്. ശരിക്കും പിന്നെന്താ, ഞാൻ വരാടാ. എനിക്ക് ആരെങ്കിലും കെട്ടിപ്പിടിച്ചാൽ മതി മോളെ. അതുപോലെ പോകും ഈ ലാസ്റ്റ് നമ്മൾ പാടി നിർത്തുന്ന പോകും തിങ്കൾ പോകും പോകും ആ നീന്താരേ തിങ്കളേ. മക്കളെ ഇതൊക്കെയാലും മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇതൊക്കെ ഈ മുകളിലുള്ള അത് മോളൊന്ന് നോക്കിക്കൊണ്ടാ മതി. അതൊന്ന് സൂക്ഷിച്ചാ നമുക്ക് അതൊന്ന് പാടിയാലോ. നമ്മുടെ ഈ ഷോ ഇത്ര 200ാമത്തെ എപ്പിസോഡ് ആയതിന്റെ മെയിൻ കാരണം ആരാണ്? നമ്മളാണോ? അല്ല, നമ്മുടെ പ്രേക്ഷകരാണ്. നമ്മുടെ ജനങ്ങൾ ഇത് കാണുന്ന നല്ലവരായ പ്രേക്ഷകരാണ് ഇതിന്റെ എന്താ പറയണ്ടേ, ഇതിന്റെ മെയിൻ നട്ടല്. അപ്പൊ അവരൊന്ന് കേൾക്കണ്ടേ. ഈ സാറ് ചുമ്മാ ഭ്രാന്ത് പിടിച്ചോന്നൊക്കെ വിചാരിക്കും 200ാമത്തെ എപ്പിസോഡിൽ. നമുക്ക് അതൊന്ന് പാടിയാലോ നേരെ ചൊവ്വേ. മലർത്താലും കൊണ്ടുവന്നതാര് കനകമഞ്ചാടി പോലെ. ചരണം പാടുമോളെ. അപ്പൊ ഈ ആലാപ്പില്ലല്ലോ അവിടെ. കുളിർ പൈകൾ നീന്തി വന്നതാര് പവിഴമന്ദാരമാല പ്രകൃതി നൽകുമീ നേരം. ആഹാ, ബ്യൂട്ടിഫുൾ മോളെ, ബ്യൂട്ടിഫുൾ. സൂപ്പർ സൂപ്പർ. ഉഗ്രായിട്ട് പാടി ചക്കര. അയ്യേ, ലവ് യു. ലവ് യു ടു സർ. ധ്രുവ, എന്താ സർ? 200ാം എപ്പിസോഡിൽ അണ്ണാച്ചിയുടെ പാട്ട് തന്നെ, ശരത്തേട്ടൻ്റെ പാട്ട് തന്നെ എടുത്തതിൽ ദൈവീകമുണ്ട്. അത് ഐശ്വര്യമാണ്. അത് മോളെ അസാധ്യമായിട്ട് പാടുകയും ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വരികളിൽ പറയുന്ന പോലെ ഒരു മായാമഞ്ചലിൽ, സംഗീതത്തിൻ്റെ ഒരു മായാമഞ്ചലിൽ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയതായിട്ട് എനിക്ക് തോന്നി. അല്ലേ, അത്രയും ഒഴുക്കുള്ളൊരു പാട്ടാണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ കേൾക്കുമ്പം ഈസിയായിട്ട് തോന്നും, പക്ഷെ പാടിക്കഴിയുമ്പോൾ വിവരം അറിയും. ഞാൻ വിചാരിച്ചു കുറച്ച് ടഫായിരിക്കുന്നു, പിന്നെ കേറി പഠിക്കാൻ വളം വെള്ളം. മോളൊക്കെ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈസിയായിട്ട് വരും. അതൊക്കെ ഇപ്പൊ തന്നെ ആ സംഗതികളൊക്കെ എത്ര മനോഹരമായിട്ട് വന്നു. അപ്പം എല്ലാം പറഞ്ഞ പോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അസലായിട്ട് എന്നും എപ്പോഴും പാടാൻ സാധിക്കട്ടെ. ഗുഡ് ലക്ക്. ചേച്ചി ധ്രുവക്കുട്ടി, സൂപ്പർ സിംഗിങ്. താങ്ക് യു മാം. ട്രെയിനിങ് ശരത് സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സംശയം ചോദിക്കൽ ഇല്ല. ഇല്ല. അവൾ ഈ പാട്ട് എടുത്തതിന് ശേഷം എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നെ കാണുമ്പോ എന്നെ തള്ളിയൊക്കെ ഇടുക. എന്നിട്ടാണോ ഇത്ര ഭംഗിയായിട്ട് പാടിയത്? സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. മോളു, ഇത് നല്ലൊരു അറ്റംപ്റ്റ്, നല്ല ഭംഗിയായിട്ട് പാടി. ഈ ഒരു പാട്ട് എടുക്കാൻ കാണിച്ച ധൈര്യം അത് എല്ലാ കുട്ടികൾക്കും, കാരണം ശരത് സംഗീതം എന്ന് പറയുമ്പോൾ എല്ലാരും അത് എടുക്കണമല്ലോ. വേറെ ഓപ്ഷൻ ഇല്ല. അതെ അതെ, അതിൽ ഏത് പാട്ട് എടുത്താലും അതൊരു ടഫ് സംഭവം തന്നെയാണ്. മോള് ഗംഭീരമായിട്ട് പാടിട്ടോ. വെരി നൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സുന്ദരിയായിട്ടുണ്ട്, നല്ല കൊച്ചു പൂക്കി ആയിട്ടുണ്ട്. പൂക്കി, ഒരു പൂക്കിയാണ്. പൂക്കി കാണിക്കൂ ഗൈസ്. പൂക്കി. അപ്പൊ ഈ പൂക്കി കുട്ടീനെ കാണുമ്പോ എനിക്ക് സത്യത്തിൽ എനിക്ക് ഇതിനെ ഞങ്ങൾ ഓമനിക്കുമല്ലോ. ഒന്ന് താങ്ക് യു പറയും.
താങ്ക് യു മാം. ഒന്നുകൂടെ പറയൂ. ആ Thank you, പാട്ട് ma'am. കഴിഞ്ഞിട്ട് താങ്ക് യു പറയില്ലേ? ആ താങ്ക് യു. ഇപ്പൊ correct ആയി. സുന്ദരമായിട്ട് പാടി. താങ്ക് ഈ യു മാം. പാവാടി ബ്ലൗസ് ഒക്കെ കാണുമ്പോഴേ പാവാട വേണം ആ ശ്യാം സാറ് മേലാട വേണം ടങ് 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 ടങ്. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക്. ഓ, താങ്ക് യു super. മാം. Thank you, ചേച്ചി. God bless you. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ധ്രുവ നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. മനോജേട്ടാ, ആ ധ്രുവ മോളുടെ കയ്യിൽ ഒരുപാട് കുസൃതി ചോദ്യങ്ങളുണ്ട്. ആഹാ. മനോജേട്ടൻ വന്നപ്പോ തൊട്ട് ധ്രുവ ഇങ്ങനെ പറയാ, എനിക്കൊരു കുസൃതി ചോദ്യം ചോദിക്കണം. Come on, start. അതാരോ കൊട്ടേഷൻ കൊടുത്തു എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഞാൻ മുമ്പായിട്ട് ആ ചോദിക്കാറുണ്ട്. അതെ. മനോജ് കെ ജാൻ കണ്ടം വഴി ഓടുന്നത് കാണണമെങ്കിൽ ഇപ്പൊ ഇരുന്നു അതെ മക്കളെ ഞാൻ ചോദിക്കും. ഇവിടെ ഇരിക്കണ പോണോ ആ, ഇരിക്കണ ഇരിക്കണം, പോണ പോണം. എന്നാലും ചോദിക്കും. ചോദിച്ചോ? ചോദിക്കാം. ആ. ഒറ്റ തവണ ഞാൻ പറയുള്ളൂ. അയ്യോ അതെന്താ? അണ്ണാച്ചി ചെറുത്തിച്ചിരുന്നു. രണ്ടാമത് പറഞ്ഞ ഉത്തരം വരും. ശ്രദ്ധിച്ചിരിക്കട്ടെ. ആ, അങ്ങനെയാണോ? പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേക്കണം. ഓക്കെ ആ കേക്കാം. വെളുക്കുമ്പോ കറക്കും, ഉം. കറക്കുമ്പോ വെളുക്കും. വെളുക്കുമ്പോ കറക്കും. അയ്യോ, എനിക്കറിയാം. മഞ്ചരിക്കറിയാം. ഇത് അറിയായിരുന്നു. ആർക്കായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മനോജേട്ടനോടാണ് എന്തായാലും. മനോജേട്ടൻ തോറ്റാ മാത്രമേ ഇത് പാസ് ചെയ്യൂ. ഒന്നുകൂടെ ഇല്ല പറഞ്ഞു. ഒന്നുകൂടെ ഇല്ല പറഞ്ഞു. എല്ലാവരോടും. എല്ലാരോടും. ഇല്ല ആ. നമുക്കിപ്പൊ ഇല്ലില്ല നമുക്കിപ്പൊ മനോജേട്ടന് മാത്രമാണ് ടാസ്ക്. ആ, ഇത് മനോജ് വെളുക്കുമ്പോ കറക്കും. ഓ എനിക്കറിയാം. മനോജേട്ടാ ഹെൽപ്പ് ഞാൻ ഒരു സെക്കൻഡ് പിന്നെ ആലോചിച്ചോട്ടെ. മനോജ് വെളുക്കുമ്പോ കറക്കും കറക്കും. ഇല്ല പറയില്ല എനിക്കറിയാം. ചേച്ചി പറയല്ലേ. വെളുക്കുമ്പോൾ കറക്കും, കറക്കുമ്പോൾ വെളുക്കും. അതന്നെ കുസൃതി ചോദ്യാണ്, ഐക്യൊന്നല്ല. മണ്ടന്മാർക്കുള്ള ലോ ചോദ്യം. ലെവലിൽ ചിന്തിച്ചോ മനോജേട്ടാ? അതാ പറഞ്ഞ ബുദ്ധിയില്ലാത്ത പാർവതിയുടെ ലെവലിൽ ചിന്തിച്ചാൽ മതി. ഇല്ല മതി. വേണ്ട, ഇത് ശരത്സാറിന്റെ ലെവലിൽ ഞാൻ ചിന്തിച്ചാൽ തോറ്റു. മതി. ഞാൻ തോറ്റു. അണ്ണാച്ചിക്ക് പാസ് ചെയ്തു. ഒരു ഗസ് എന്തെങ്കിലും. ഞാൻ തോറ്റു. അണ്ണാച്ചിക്ക് പാസ് ചെയ്തു. അയ്യോ ക്ലൂ ഞാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ തോറ്റിരിക്കാ മകളെ. ക്ലൂ ഒന്നുമില്ല. ഞാൻ തോറ്റു കുപ്പിയിൽ ഇറങ്ങിയിരിക്കുക. ഞാൻ മഞ്ചരിക്ക് പാസ് ചെയ്തു. മഞ്ചരി പാസ് ചെയ്തു. പല്ലാണോ? അല്ലല്ലോ. അല്ല എനിക്ക് അതന്നെയാണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ മാറിപ്പോയതാണോ? ചേച്ചി പറ. ബ്ലാക്ക് ബോർഡ്. അയ്യേ. അത് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയതാ. നിക്ക്. ശരിക്കും ആലോചിക്കട്ടെ. ലൈറ്റ്. അല്ല. പാലാണോ? അല്ല. പാലോ? യെസ്. എന്താ? പാല്. പാല്. പാലോ? പാലോ? പാൽ. കറക്കുമ്പോ കറക്കുമ്പോ പാല് കറക്കുമ്പോ വെളുക്കും. വെളുക്കുമ്പോ കറക്കുവോ? കറക്കുമ്പോൾ അത് വെളുക്കും. അതിന്റെ അകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അല്ല. ഏ? വെളുക്കുമ്പോ കറക്കും, ആ. അതെന്താ പറയും? കറക്കുമ്പോ വെളുക്കും. അതായത് വെളുപ്പിനെ കറക്കുമല്ലോ. ആ ആ വെളുക്കുമ്പോ കറക്കും. അല്ല മോളെ ഇപ്പൊ ഒക്കെ ഉച്ചക്കൊക്കെ കറക്കാറുണ്ട് പശുവിനെ. അത് ഞങ്ങൾ ഈ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ പശുവിനെ 12:30 1 മണിക്കാണ് കറക്കുന്നത്. നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കറക്കുന്നത്. അല്ല അത് വെളുക്കും തന്നെയല്ലേ? അല്ല അത് അങ്ങനെ സൂര്യൻ വിടുന്നു. ഉദിക്കുമ്പോ, അല്ല സൂര്യൻ ഉച്ചി വരുമ്പോഴാണ് ഞങ്ങൾ അവിടെ പശുവിനെ കറക്കുന്നത്. ചോദ്യം ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഓർക്കസ്ട്ര ടീമിൽ നിന്നാണ് നമുക്ക് ആ ഉത്തരം വന്നത്. Congratulations. ഓർക്കസ്ട്രയിലെ എല്ലാ പശുക്കൾക്കും നന്ദി. ഈശ്വരാ, ആ ചീത്തപ്പേര് മാറി കിട്ടിയടാ. കോഴികളൊന്നായിരുന്നു അത്. വെളുക്കുമ്പോ കറക്കും. ഇപ്പൊ പശുവായി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ഇനി ഈ ചോദ്യം ചോദിച്ച് മാർക്കും എല്ലാം കുറയോ? എനിക്ക് അറിയാൻ പാടില്ല. വെറുതെ ആണെന്ന് പറയാം. ഓക്കെ ശരത് സാർ. മക്കളെ 8.7. താങ്ക് യു സാർ. ചേച്ചി ധ്രുവ മോൾക്ക് 8.8. താങ്ക് യു മാം. മനോജേട്ടാ മക്കളെ 200ാം എപ്പിസോഡിൽ ഇത്രയും മനോഹരമായ പാട്ട് പാടിയതിന് ഒരു മാർക്ക് ഇട്ടു. പക്ഷെ എന്നോട് ആ കൊനസ്റ്റ് ചോദ്യം ചോദിച്ചതിന് ഒരു 1/2 മാർക്ക് കുറച്ചു. വെറുതെ പറയുന്നയാ. ചുമ്മാ അയ്യേ പേടിച്ചു പോയോ? ഇല്ല ഇല്ല. മോള് ചില്ലല്ലേ? അതെ. ഓക്കെ. നീ വെളുക്കുമ്പോ കറക്കരുത്. ടോട്ടൽ 17.5. ശരത് സാർ കെട്ടിപ്പിടിക്കണ്ടേ? 200ാമത്തെ എപ്പിസോഡല്ലേ? അല്ല വരാം. ആ
കെട്ടിപ്പിടിച്ചിട്ടേ ഉള്ളൂ വേറെ കാര്യം. ഓക്കെ, ധ്രുവ മോളുടെ അച്ഛൻ വരുമോ? ചേട്ടാ, 200ാമത്തെ എപ്പിസോഡില് ശരത് സാറിന്റെ ആഗ്രഹമാണിത്. എന്താ തോന്നുന്നേ? ശരത് സാറൊന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ശരത് സാറിന്റെ അടുത്ത്. അതിന് പോലും കഴിയില്ല എന്ന് കരുതിയിരുന്നിട്ട് ഒരു സമയത്താണ് സാറ് കെട്ടിപ്പിടിക്കണം എന്ന് പറയണത്. അയ്യോ, അത് 200ാമത്തെ എപ്പിസോഡില് ഇത്ര നാളിവിടെ ഒരു വർഷത്തോളമായിട്ട് വന്നിട്ട് 200ാമത്തെ എപ്പിസോഡില് സാറിനൊന്ന് ഹഗ് ചെയ്യാൻ പറ്റുന്നത് ഇത് പറഞ്ഞ വേറൊരു സന്തോഷമില്ല. സൂപ്പർ.